അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. SSF കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവത്തിൻ്റെ പ്രൗഢഗംഭീരമായ സദസ്സിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ച് കേൾക്കണേ, വലിയ പാഠമുണ്ട് ഈ കഥയിൽ. എന്നാൽ കഥ തുടങ്ങാം അല്ലേ? മക്ക പട്ടണം ചുറ്റുഭാഗങ്ങളും മലകളാണ്. മഴ പെയ്താൽ ഉടനെ വെള്ളപ്പൊക്കമുണ്ടാകും. കാബാലയമാണെങ്കിലോ ഒരു താഴ്ന്ന പ്രദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കമുണ്ടായാൽ നമ്മുടെ കാബാലയം വെള്ളത്തിലാകും. അന്നത്തെ കാബാലയത്തിൻ്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന് കേൾക്കണ്ടേ? വെറും 4 ചുമരുകൾ, മേൽക്കൂരയുമില്ല. ചുമരുകൾക്കാണെങ്കിലോ ഒരാളുടെ ഉയരം മാത്രമേ ഉള്ളൂ. അങ്ങനെയായിരുന്നു അന്നത്തെ കെട്ടിടം. ഒരു ദിവസം മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി. അന്നത്തെ വീടുകൾക്കെല്ലാം വിള്ളൽ വന്നു. കാബാലയത്തിനടുത്തേക്ക് വെള്ളം കുതിച്ചെത്താൻ തുടങ്ങി. വെള്ളം കയറുന്നത് തടയാൻ ആളുകൾ ചേർന്ന് ഒരു ബണ്ട് കെട്ടി. അതിന് ധാരാളം ധനം ആവശ്യമായി. അത് കാണാനും അഭിപ്രായങ്ങൾ പറയാനും ധാരാളം ആളുകൾ അവിടെ വന്നു. ശേഷമുണ്ടായ ശക്തമായ വെള്ളപ്പൊക്കത്തിൽ ആ ബണ്ട് പൊളിഞ്ഞു വീണു. പിന്നെയും കാബാലയം വെള്ളത്തിൽ തന്നെ. അങ്ങനെ കാബാലയം പുതുക്കിപ്പണിയാൻ ഖുറൈശികൾ തീരുമാനിച്ചു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശുദ്ധധനം തന്നെ വേണം. ഹലാലല്ലാത്ത പണം ഒട്ടും പാടില്ല. അങ്ങനെ അവർ പണം ശേഖരിച്ചു. പഴയ കെട്ടിടം പൊളിക്കണം, എന്നിട്ട് പുതിയ ചുമരുകൾ പണിയണം, മേൽക്കൂരയും പണിയണം, കെട്ടിടത്തിൻ്റെ ഉയരം കൂട്ടുകയും ചെയ്യണം. ചുമരുകൾ പൊളിക്കാനുള്ള സമയമായി. ഖുറൈശി ഗോത്രത്തിലെ എല്ലാ തറവാട്ടുകാരും ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുത്തു. കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ പല തറവാട്ടുകാർക്കുമായി ഭാഗിച്ചു നൽകി. അങ്ങനെ കാബാലയം പൊളിച്ചു. അങ്ങനെ പുതിയ ചുമരുകൾ ഉയർന്നു വന്നു. അജറുൽ അസ്വദ് കിട്ടി. ആരാണ് അജറുൽ അസ്വദ് വെക്കുക? ഇതിനുള്ള അവകാശം ആർക്കാണ്? തറവാട്ടുകാർ തമ്മിൽ തർക്കമായി. വാക്കേറ്റം കയ്യാങ്കളിൽ വരെ എത്തി. ഒരു രക്തച്ചൊരിച്ചിലിൻ്റെ വക്കോളമെത്തി. ഈ അവസ്ഥ കണ്ട് പലരും ദുഃഖിച്ചു. എങ്ങനെ ആയാലും അജറുൽ അസ്വദ് വെക്കുന്നതിനെ പറ്റി തർക്കം പാടില്ല. പിന്നെ എന്തു ചെയ്യും? ആ സമയത്ത് ഒരു വൃദ്ധൻ മുന്നോട്ട് വന്നു. എല്ലാവരും ആദരിക്കുന്ന ഒരു മനുഷ്യൻ, ജനങ്ങളിൽ സ്വാധീനമുള്ളൊരു നേതാവ്. അദ്ദേഹം ഗോത്രക്കാരോടായി വിളിച്ചു പറഞ്ഞു, ഈ രക്തച്ചൊരിച്ചിലൊന്ന് ഒഴിവാക്കൂ, ഞാനൊരു മാർഗം പറഞ്ഞു തരാം. എല്ലാവരും തർക്കം മതിയാക്കി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. മസ്ജിദുൽ ഹറമിലേക്ക് ആദ്യം ആരാണോ വരുന്നത് അദ്ദേഹത്തെ നമുക്ക് വിധികർത്താവായി നിയോഗിക്കാം. നല്ല തീരുമാനം. എല്ലാവരും അംഗീകരിച്ചു. ശേഷം അവർ കാത്തിരുന്നു. ഒടുവിലതാ വരുന്നു നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എല്ലാവരുടെയും വിശ്വസ്തനും അൽ അമീനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ പ്രശ്നം അവതരിപ്പിച്ചു. പെട്ടെന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ ഒരാശയം തോന്നിച്ചു. മുത്തുനബി തൻ്റെ വിരിപ്പ് നിലത്ത് വിരിച്ച് നടുക്ക് തന്നെ അജറുൽ അസ്വദ് വെച്ച് എല്ലാ ഗോത്രക്കാരുടെയും നേതാക്കളെ വിളിച്ച് പിടിച്ചുയർത്താൻ പറഞ്ഞു. എല്ലാവരും പിടിച്ചുയർത്തി. കൃത്യസ്ഥലത്തെത്തിയപ്പോൾ മുത്തുനബി അങ്ങ് നീക്കിവെച്ചു. അജറുൽ അസ്വദ് സ്ഥാപിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ആശ്വാസമായി. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവായതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയിൽ എല്ലാവർക്കും മതിപ്പ് തോന്നി. കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുറൈശികളുടെ അടുക്കൽ ഇത്ര സ്വീകാരം ലഭിക്കാൻ കാരണം എന്താണ്? ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത പുലർത്തിയവരാണ് അവർ. പ്രിയപ്പെട്ടവരെ, കളവും വഞ്ചനയും കൊലയും കൊള്ളയും അധികരിച്ച ഈ കാലത്തെ നാം മനുഷ്യരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.